നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളെ ഉപദ്രവിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ മടങ്ങ് നിങ്ങളുടെ നെഗറ്റീവ്, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും. അതിന് ഉത്തമ ഉദാഹരണമായ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്ത കടത്തിക്കൊണ്ട് വരാൻ നിങ്ങൾ ശ്രമിക്കത്തില്ല. നെഗറ്റീവ് ചിന്തയെ നിങ്ങൾ പോസിറ്റീവാക്കി മാറ്റുക തന്നെ ചെയ്യും. അപ്പം കൂടുതൽ ഇതാക്കാതെ നമുക്ക് കഥയിലേക്ക് കിടക്കാം. കുറേ കാലങ്ങൾക്ക് മുൻപുള്ളൊരു കഥയാണ്. അപ്പം ഒരു ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരൻ, എന്ത് ജോലിയും ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ. അപ്പം ആ ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും ജോലിക്ക് പോകും, കിട്ടുന്ന ജോലിക്കെല്ലാം പോകും. എല്ലാ ദിവസവും കിട്ടുന്ന ജോലി കൊണ്ടുവന്ന് ആ പൈസ കൊണ്ടുവന്ന് കുടുംബം പോറ്റിക്കൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം വീട് വിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ജോലി തേടി ഇറങ്ങിയപ്പോൾ ഒരു തരത്തിലുള്ള ജോലിയും കിട്ടിയില്ല. നിരാശനായിട്ടാണ് അദ്ദേഹം വീട്ടിലോട്ട് വന്നത്, ആ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വന്നത്. അപ്പം പുറകിൽ നിന്നും എന്തോ ഒരു വൃദ്ധൻ്റെ ശബ്ദം കേട്ടു. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ എന്നുള്ളൊരു ശബ്ദം കേട്ടപ്പോഴത്തേക്കും ചെറുപ്പക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പം ഒരു വൃദ്ധൻ. അപ്പം വൃദ്ധൻ പറയുന്നത്, എനിക്ക് ഏതെങ്കിലും ഒരു തൊഴിലാളിയെ കിട്ടുമോ എന്നാണ് വൃദ്ധൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്താണ് വേണ്ടത്, എന്താണേലും ഞാൻ ചെയ്തോളാം, എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഒരു തൊഴിൽ അന്വേഷിച്ച് നടക്കുമായിരുന്നു, എന്താണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം എന്ന് ഈ തൊഴിലാളി, അതായത് ഈ ചെറുപ്പക്കാരൻ ആ വൃദ്ധനോട് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ വൃദ്ധൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 3 സഞ്ചികളുണ്ട്, 3 ചാക്കുകെട്ടുകളുണ്ട്. ഇതിൽ എനിക്ക് 2 എനിക്കിത് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റും, പക്ഷേ 3ാമത്തെ ചാക്ക് എനിക്ക് ചുമക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു തൊഴിലാളിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് സംസാരിക്കുന്നത്. ഒരു തൊഴിലാളിയെ എനിക്ക് ആവശ്യമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് തൊഴിലാളിയെ ആവശ്യമായിട്ടുണ്ട്, കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, തൊഴിലാളിയെ കിട്ടുമോ എന്നും പറഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ തൊഴിലാളിയാണ്, എനിക്ക് ഈ പറഞ്ഞ ജോലി ചെയ്യാൻ സാധിക്കും, താങ്കൾ പറഞ്ഞ ജോലി ഞാൻ ചെയ്യാം എന്ന് പറയുകയാണ് ചെറുപ്പക്കാരൻ. അപ്പം ആയിക്കൊള്ളട്ടെ എന്ന് നമ്മുടെ വൃദ്ധനും പറഞ്ഞ് രണ്ടുപേരും കൂടെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ചെറുപ്പക്കാരൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ സത്യസന്ധമായിട്ട് ഇന്നേ വരെ സത്യസന്ധമല്ലാതെ ഞാൻ ജീവിച്ചിട്ടില്ല, ന്യായമായ രീതിയിൽ കൂലി പറ്റുന്നതും കള്ളം, വഞ്ചന, ഈ ഒരു കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇനി ചെയ്യുകയുമില്ല എന്നുള്ളത് അപ്പം ഈ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുവാണ് ഈ ചെറുപ്പക്കാരൻ. ഈ സംശയദൃഷ്ടിയോടെ ഈ വയസ്സായ വൃദ്ധൻ നോക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഈ നമ്മുടെ ചെറുപ്പക്കാരൻ ഇത് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടോ. അപ്പം കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുഴ, അപ്പോൾ ആ പുഴ മറിച്ച് കടക്കണം. അപ്പോൾ പുഴയുടെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് ഈ 2 ചാക്കുകളും കൊണ്ട് എന്തായാലും പുഴ കടക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് നല്ല രീതിയിൽ പ്രായമായൊരു വ്യക്തിയാണ് ഞാൻ, ഒരിക്കലും എനിക്ക് ഈ 2 ചാക്കുകളും കൊണ്ട് പുഴ മറിച്ച് കടക്കാൻ സാധിക്കത്തില്ല, നീ ഒരു ചാക്ക് കെട്ടും കൂടി പിടിക്കാമോ എന്ന് ഈ വൃദ്ധൻ, എനിക്ക് ഈ പുഴ കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് ഇതിനുള്ള കൂലി ഞാൻ കൂടുതൽ തരും, 3 വെള്ളി നാണയങ്ങളും കൂടെ നിനക്ക് ഞാൻ നൽകാം എന്ന് ഈ വൃദ്ധൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാരൻ ആ ചാക്ക് എടുക്കാൻ വന്നപ്പോഴത്തേക്കും വൃദ്ധൻ ചോദിച്ചു, നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? അപ്പോഴത്തേക്കും ചെറുപ്പക്കാരൻ പറഞ്ഞു, അതിനെന്താ എന്നെ വിശ്വസിക്കാൻ, ഞാൻ ആരുടെയും മുതൽ അപഹരിക്കില്ല, ഞാൻ സത്യസന്ധമായിട്ടാണ് ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളത് എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്. അപ്പോൾ വൃദ്ധൻ പറയുകയാണ്, ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല, ഒരു മനുഷ്യരെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് പറഞ്ഞതാണ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃദ്ധൻ. ഞാനൊരു കള്ളനോ പിടിച്ചുപറിക്കാരനോ അല്ല, താങ്കൾക്ക് എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, താങ്കൾ ചാക്കിങ്ങ് തരൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരൻ ചാക്ക് മേടിച്ച് പുഴ കടക്കുകയാണ് കേട്ടോ. പുഴയൊക്കെ കടന്ന് ഒരു കുന്നിൻ്റെ ആ ഒരു സൈഡിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ വൃദ്ധൻ അവിടെ തന്നെ അങ്ങ് നിന്നു. അപ്പോൾ ചെറുപ്പക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വൃദ്ധൻ അവിടെ തന്നെ അങ്ങ് നിൽക്കുവാണ്. അപ്പോൾ ചോദിച്ചു, എന്താ അവിടെ നിൽക്കുന്നത്, ഇനി പോരൂ, നമുക്ക് സ്ഥലത്ത് എത്തണ്ടേ, ഇനി പോരൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൃദ്ധൻ പറഞ്ഞു, എനിക്ക് ഇത്രയും പ്രായമായി, എനിക്ക് ഒരു പടി നടക്കാൻ സാധിക്കുന്നില്ല, ഈ ചാക്കും വെച്ചുകൊണ്ട്, ഒരു ചാക്കപ്പോൾ വൃദ്ധൻ്റെ തോളിലുണ്ട്, ഈ ചാക്കിനകത്ത് ഉള്ളതും വെച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്ന, ഈ ചാക്കും വെച്ചുകൊണ്ട് നടക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, അപ്പം ഈ ചാക്കിനകത്ത് നിറയെ സ്വർണ്ണ നാണയങ്ങളാണ്, അപ്പം ഇതും കൊണ്ട് എനിക്ക് നടക്കാൻ തീരെ പറ്റുന്നില്ല,
ഇതും കൂടി നീ താങ്ങുമോ എന്നുള്ള കാര്യമാണ് നമ്മുടെ വൃദ്ധൻ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത്. അപ്പോൾ ചാക്ക് കൊടുക്കാൻ നേരത്ത് നമ്മുടെ ആ വൃദ്ധന് നല്ല രീതിയിൽ സംശയമുണ്ടായിരുന്നു. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ സത്യസന്ധനായ ഒരു മനുഷ്യനാണ്, ഞാൻ ആരുടെയും മുതൽ അപഹരിക്കാൻ ശ്രമിക്കത്തില്ല, ഞാൻ ഇത്രയും നാളും സത്യസന്ധതയോട് കൂടി ജീവിച്ചവനാണ്, എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പണ്ടൊരു പണമിടപാടുകാരൻ്റെ കൂടെ ജോലി ചെയ്തിട്ട് അദ്ദേഹം പലതരത്തിലുള്ള കണക്കുകൾ തട്ടിപ്പ് നടത്തി എന്നെ കുടുക്കിലാഴ്ത്താൻ നോക്കിയ ഒരു മനുഷ്യനായിരുന്നു. തട്ടിപ്പിന് ഇരയായി പോയതിൽ എനിക്ക് മാനസികമായി വളരെ സമ്മർദ്ദമുണ്ടായി. ഞാൻ ആ ജോലിയിൽ നിന്നും വിട്ടുവന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ഒരാളുടെയും മുതൽ അപഹരിക്കാനോ ഒരു തരത്തിലുള്ള സത്യസന്ധനായ ഒരു മനുഷ്യനാണ് ഞാൻ എന്നാണ് ആ വൃദ്ധനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. അങ്ങനെ വൃദ്ധൻ എന്നാലും ഒരു ചെറിയൊരു സംശയത്തോടു കൂടി തന്നെ ആ വൃദ്ധൻ ആ ചാക്കുകെട്ടുകൾ ചെറുപ്പക്കാരൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അങ്ങനെ അതും കൊണ്ട് അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, ഞാൻ പയ്യെ നടന്നു വരാം, കുന്നിറങ്ങി പയ്യെ നടന്നു വരാം, നീ ഈ ചാക്കുകെട്ടുകളും കൊണ്ട് കുന്നിന് താഴെ നിൽക്കൂ എന്ന് പറയുകയാണ് നമ്മുടെ ഈ വൃദ്ധൻ. അപ്പോൾ അങ്ങനെ കുന്നൊക്കെ ഇറങ്ങി വൃദ്ധൻ നമ്മുടെ ഈ ചെറുപ്പക്കാരൻ 3 ചാക്കുകെട്ടുകളുമായിട്ട് കുന്നിറങ്ങി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ആളെ നോക്കി, അതായത് ഈ വൃദ്ധനെ നോക്കി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സമയത്ത് നമ്മുടെ ഈ ചെറുപ്പക്കാരന് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത വന്നു. എന്തിനാണ് ഇത്രയും പ്രായമായൊരു മനുഷ്യന് ഇത്രയും സമ്പത്ത്, എന്തിനാണ് ഇത്രയും പണം? ഈ പണം കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഈ പണം അപഹരിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലോട്ട് വന്നു. അതാണ് നെഗറ്റീവ് ചിന്ത എന്നൊരു സംഭവം. സത്യസന്ധനായ ആ ഒരു വ്യക്തി, ഇത്രയും നാളും സത്യസന്ധനായിട്ട് ജീവിച്ച ആ വ്യക്തിയുടെ മനസ്സിലോട്ട് വന്ന ആ ഒരു നെഗറ്റീവ് ചിന്ത അതായിരുന്നു കേട്ടോ. ഇത്രയും വയസ്സായ ഒരു വ്യക്തിക്ക് എന്തിനാണ് ഇത്രയും സമ്പത്ത്? ഞാൻ ചെറുപ്പക്കാരനാണ്, ഞാൻ ഇത്രയും സമ്പത്ത് കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് കോടീശ്വരനാകാം, അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാം, എനിക്കൊരു വിവാഹം കഴിക്കാം, എനിക്ക് സുന്ദരിയായൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാം, നല്ല രീതിയിൽ എനിക്ക് ജീവിക്കാം, ജീവിക്കാം, സമ്പന്നനാകാം എന്നുള്ളൊരു ചിന്ത അവന് വന്ന് അവൻ ഒന്നും ആലോചിക്കാതെ ആ ഒരൊറ്റ കാര്യം മനസ്സിലോർത്തുകൊണ്ട് അവൻ ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഓടി അങ്ങ് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് ആ ചാക്കുകെട്ടുകളൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും എന്തുവാ, കുറേ കടലാസ് കഷ്ണങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്ന അയാളുടെ മുതൽ കേട്ടോ. കടലാസ് കഷ്ണങ്ങളും കല്ലുകളും ഒക്കെ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. കല്ലും ആ കടലാസ് കഷ്ണങ്ങളും കണ്ട് അവൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്തിനായിരുന്നു ആ വൃദ്ധൻ എന്നോട് ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞത്? അയാൾ എന്തിനായിരുന്നു കള്ളത്തരങ്ങൾ പറഞ്ഞിരുന്നതെന്നും ആലോചിച്ചവനിരുന്നു. അപ്പോഴാണ് അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം കിട്ടിയത്. അപ്പോൾ എന്തൊക്കെയോ എഴുതിയൊരു പേപ്പർ കഷ്ണം കിട്ടിയത്. അവനതെടുത്ത് വായിച്ചു നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ രാജ്യത്തിലെ രാജാവാണ്, അതായത് ആ വൃദ്ധൻ, ഞാൻ ഈ രാജ്യത്തിലെ രാജാവാണ്, എനിക്കൊരു പിൻഗാമിയെയും ഒരു മകനായും ഒരാളെ ദത്തെടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ കുറേ വയസ്സായി, ഇനി എനിക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എനിക്കൊരു മകനായും ഒരു പിൻഗാമിയായും ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനായിട്ടും ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. നീ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ നീ ആ ഒരു വ്യക്തി ആയേനെ. അപ്പം ഇത് കേട്ട ഇത്രയുമാണ് ആ ഒരു കുറിപ്പിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഇത് കേട്ട ആ ചെറുപ്പക്കാരൻ ഭയങ്കരമായിട്ടും വിഷമിച്ചു. അവൻ മാനസികമായിട്ട് അവൻ ബുദ്ധിമുട്ടി. പശ്ചാത്താപവും മനസ്സിലുള്ള വിഷമവും കൊണ്ട് അവൻ നീറുകയായിരുന്നു ആ സമയത്ത് മുഴുവൻ. ജീവിതത്തിൽ ഇത്രയും നാളും സത്യസന്ധനായിട്ട് നിന്ന ആ വ്യക്തി ഒരു നിമിഷത്തെ ഒരു പാളിച്ച, അതായത് ഒരു നിമിഷത്തെ ആ നെഗറ്റീവ് ചിന്ത കൊണ്ട് അവന് കിട്ടിയ ഫലം എന്താണെന്ന് ഇപ്പോൾ ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതവും അല്ലേ. ഒരു നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ അത് നമ്മളെ ബാധിക്കും. ജീവിതകാലം മുഴുവൻ നമ്മളെ അത് ബാധിക്കും. അവൻ ആ മുതലും കൊണ്ട് ഓടിയില്ലായിരുന്നെങ്കിൽ, ആ സ്വർണ്ണക്കട്ടി എന്ന് പറഞ്ഞ ആ ചാക്കുകെട്ടുകളും കൊണ്ട് ഓടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് അവൻ ആ രാജ്യത്തെ പിൻഗാമിയാകാമായിരുന്നു. ഇന്ന് അവൻ ആരായേനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അവൻ അത് നോക്കിയില്ല. അവന് അത്യാഗ്രഹം അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ചിന്ത, അതാണ് ആ നെഗറ്റീവ് ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വന്നു. അവൻ ആ പ്രവൃത്തി മാറ്റിമറിച്ചു. അങ്ങനെ അവൻ്റെ നഷ്ടം എന്ന് പറയുന്നത് അതൊരു വലിയൊരു നഷ്ടമായിട്ട് മാറി. അവനിനി ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാത്ത, ഇനി ഒരിക്കലും കിട്ടാത്ത ആ അവസരം നഷ്ടമാവുകയും ചെയ്തു.
ജീവിതത്തിൽ ഇനി അവന് ഒരിക്കലും ഈ അവസരം കിട്ടുകയില്ല എന്നവന് ഉറപ്പുണ്ട് അല്ലേ. അപ്പോൾ ആ അവസരം അവന് നഷ്ടമായി. ഈ ഒരൊറ്റ നെഗറ്റീവ് ചിന്ത, ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം മാറ്റിമറിക്കുമെന്ന് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലായല്ലേ. ഏറ്റവും വലിയ കടുത്ത ശത്രുവിന് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുന്നതിൽ ഏറെ, അതിൻ്റെ 100 മടങ്ങേറെ നിങ്ങളുടെ നെഗറ്റീവ് ചിന്ത നിങ്ങളെ തകർക്കുവാനായിട്ട് സാധിക്കും. അതിപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് ചിന്ത നിങ്ങളെ മുഴുവനായിട്ടും തകർത്തിരിക്കും. ഒരൊറ്റ നെഗറ്റീവ് ചിന്ത കൊണ്ട് നമ്മുടെ ആ ഒരു ജീവിതത്തെ നശിപ്പിക്കും. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6